ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സ്മാർട്ട് ലിറ്റ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോങ് ടു ദി മെൻ ഓഫ് ഇംഗ്ലണ്ട്. സോങ് ടു ദി മെൻ ഓഫ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ഒരു പോയമാണ്. എഴുതിയത് 1918 ഇതെന്ന് പറയുന്നത് നമ്മുടെ പീറ്റർ ലൂ കൂട്ടക്കൊലയുടെ ഒരു റെസ്പോൺസായിട്ട് എഴുതിയതാണ്. അതായത് ഇൻഡസ്ട്രിയൽ വർക്കേഴ്സും അവരുടെ ലീഡേഴ്സും അറസ്റ്റായ ഒരു ടൈം. ഇറ്റ് ഈസ് എ റെവല്യൂഷണറി പോമാണ് അബൌട്ട് ഒപ്രഷൻ ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഫേസ്ഡ് ബൈ ദ വർക്കേഴ്സ് ഇൻ ദ ഇംഗ്ലണ്ട്. അപ്പോൾ നമ്മുടെ പോയിറ്റ് വർക്കേഴ്സിനോട് പറയുവാണ്, വർക്കിംഗ് ക്ലാസ് പീപ്പിളിനോട് പറയുവാണ്, നിങ്ങൾ വെളിയിലേക്ക് റിവോൾട്ട് ചെയ്യും, നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആകൂ എന്ന് പറയുവാണ്. ഈ പോം സോങ് ടു ദി മെൻ ഓഫ് ഇംഗ്ലണ്ട് എഴുതിയത് നമ്മുടെ റെവല്യൂഷണറി പോയിറ്റായിട്ടുള്ള പി ഷെല്ലിയാണ്. അപ്പം നമുക്ക് പോമിലേക്ക് പോകാം. പോയിറ്റ് പറയുവാണ് മെൻ ഓഫ് ഇംഗ്ലണ്ടിനോട്, നിങ്ങൾ എന്തിനാണ് ഇത്രയും പ്ലോ ചെയ്യുന്നത്, ഉഴയുന്നത്, നിങ്ങളുടെ പോലും ലാൻഡ് പോലും അല്ല, നിങ്ങൾ എന്തിനാണ് ലാൻഡ് ലോഡ്സിന് വേണ്ടി നില ഉഴയുന്നത്? നിങ്ങളെ താഴ്ന്ന രീതിയിലല്ലേ അവർ കാണുന്നത്. നിങ്ങളെ താഴ്ന്ന രീതിയിൽ കാണുന്ന ലാൻഡ് ലോഡ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തിനാണ് നില ഉഴയുന്നത്? അതേപോലെ നിങ്ങൾ എന്തിനാണ് റിച്ച് റോബ്സൊക്കെ ഇത്രയും ഹാർഡ് വർക്കിലൂടെയും കെയറിലൂടെയൊക്കെ വീവ് ചെയ്ത് കൊടുക്കുന്നത്? റിച്ച് റോബ്സ് എന്ന് പറയുന്നത് നമ്മുടെ റിച്ച് ആയിട്ടുള്ള വസ്ത്രമില്ല, ക്ലോത്ത്സ്. അതും ക്രൂവൽ മാസ്റ്റേഴ്സിന് വേണ്ടി നിങ്ങൾ എന്തിനാണ് ഇത്ര കഷ്ടപ്പെട്ട് ഡ്രസ്സൊക്കെ നെയ്ത് കൊടുക്കുന്നത്? ദേ ഡിഡൻറ്റ് ഗീവ് യു എനി കംഫർട്ട്, കാം ആൻഡ് ജെൻറ്റിൽ ബാം. നിങ്ങൾക്ക് അവർ ഒരു കംഫർട്ടും തരുന്നില്ല, ഒരു കാമും തരുന്നില്ല, ജെൻറ്റിൽ ബാം പോലും തരുന്നില്ല. ഇൻസ്റ്റഡ് അവരെന്താണ് നിങ്ങൾക്ക് തരുന്നത്? പണിഷ്മെൻറ്റ്സ് ആണ് അല്ലേ? അതും നിങ്ങളുണ്ടാക്കിയ വെപ്പൺസ് കൊണ്ട് നിങ്ങളെ പണിഷ്മെൻറ്റ് ചെയ്യുന്നത്. വെപ്പൺസ്, ചെയിൻസ്, കൊറേജസ്, ഇതെല്ലാം ടൈറൻസ് ആണ് യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടി? നിങ്ങളെ ബീറ്റ് ചെയ്യാൻ, വർക്കിംഗ് ക്ലാസ് പീപ്പിളിനെ ബീറ്റ് ചെയ്യാൻ. ദ വർക്കേഴ്സ് അവരുടെ വോയിസ് റേസ് ചെയ്യണം ടൈറൻസിനെതിരായിട്ട്, അവർ ചെയ്യുന്ന ഇൻജസ്റ്റിസിനെതിരായിട്ട്. പോയിട്ട് പിന്നെ പറയുവാണ്, നിങ്ങൾ വിതയ്ക്കുന്ന വിത്തൊക്കെ നിങ്ങൾക്കുള്ളതാണ്, അല്ലാതെ ടൈറൻസിനെ റീപ്പ് ചെയ്യാൻ, കൊയ്യാനായിട്ട് നിങ്ങൾ സമ്മതിക്കരുത്. വെൽത്തും റോബ്സും ആംസും ഇതെല്ലാം വർക്കേഴ്സിനാണ് ബിലോങ് ചെയ്യുന്നത്, അല്ലാതെ ടൈറൻസിനല്ല. ടൈറൻസിന്, ഇഡിൽസിനും ഇമ്പോസ്റ്റേഴ്സിനല്ല. ഇതെല്ലാം അവകാശപ്പെട്ടത് വർക്കേഴ്സിനാണ്. അതേപോലെ പോയിട്ട് ബീസ് ഓഫ് ഇംഗ്ലണ്ടിനെ വർക്കിംഗ് മെൻ ഓഫ് ഇംഗ്ലണ്ട് ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പോയിറ്റ് ഓൾസോ കമ്പയർസ് സ്റ്റിംഗ്ലെസ് ബീസ് ഉണ്ടല്ലോ, അതായത് ഈ കുത്താത്ത ബീസ്, അതിനെ ടൈറൻസ് ആയിട്ടാണ്. അതായത് സ്റ്റിംഗ്ലെസ് ബീസിൻ്റെ ജോബ് എന്ന് പറയുന്നത് എന്താണ്? ക്യൂൻ ഉണ്ടല്ലോ, നമുക്കറിയാം, ഒരു തേനീച്ചക്കൂട്ടിൽ ഒരു ക്യൂൻ ഉണ്ടാവും. അത് മെയ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്റ്റിംഗ്ലെസ് ബീസ് ഉള്ളത്. ബാക്കിയുള്ള ബീസ് ഉണ്ടല്ലോ, അവരെന്ന് പറയുന്നത് അവരാണ് വർക്കിംഗ് ചെയ്യുന്നത്. ദ അൺഗ്രേറ്റ്ഫുൾ ഡ്രോൺസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ടൈറൻസിനെയാണ്. സ്റ്റിംഗ്ലെസ് ബീസ് എന്ന് പറയുന്നത് പവർലെസ്സും ലേസീവാണ്. പിന്നെ നമ്മുടെ പോയിറ്റ് പറയുവാണ്, നിങ്ങൾ സ്ട്രിങ്ക് ചെയ്തോളൂ നിങ്ങളുടെ സെല്ലേഴ്സിലും ഹോൾസിലും സെൽസിലും. അതായത് വർക്കിംഗ് ക്ലാസ് പീപ്പിളിനോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ ആ ഇങ്ങനെ വോയിസ് ഒന്നും നിങ്ങൾ റേസ് ചെയ്യാതെ നിങ്ങൾ നിങ്ങളുടെ ആ മാളത്തിലും സെല്ലേഴ്സിലും ഒക്കെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞോളാൻ പറയുവാണ്. ദ ഷേക്ക് യുവർ റോട്ട്, ഡിഗ് യുവർ ഗ്രേവ് വിത്ത് ദ വെപ്പൺസ് ലൈക്ക് സ്പേഡ്, ലൂം എക്സെട്ര. ഇപ്പോൾ പറയുവാണ്, നിങ്ങളുടെ റോട്ടിനെ ഷേക്ക് ചെയ്തോളൂ, നിങ്ങൾ നിങ്ങളുടെ തന്നെ കുഴി തോണ്ടിക്കോളും നിങ്ങളുണ്ടാക്കിയ വെപ്പൺസ് വെച്ചിട്ട്, അതായത് സ്പേഡ്, ലൂമൊക്കെ വെച്ച് നിങ്ങൾ നിങ്ങളുടെ കുഴിമാടം അങ്ങ് എടുത്തോളൂ എന്ന് പറയുവാണ്. ഇഫ് ദ വർക്കേഴ്സ് ഡോണ്ട് ഗോയിങ് ടു റിയാക്ട്, ഇമേജർ ഡെത്ത് വിൽ ഹാപ്പൻ. നിങ്ങളിപ്പോഴും നിങ്ങൾക്ക് ഇപ്പോഴും സമയമുണ്ട്, പക്ഷേ നിങ്ങളിപ്പോഴും റിയാക്റ്റ് ചെയ്തില്ലെങ്കിൽ ഇമ്മേച്ചറായിട്ടുള്ള ഡെത്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അല്ലേ? ടൈറൻസ് ഇവരെ ചൂഷണം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ദ ഫെയർ ഇംഗ്ലണ്ട് ബിക്കം ദെയർ ടൂം. നിങ്ങളിപ്പോഴും നിങ്ങളുടെ വോയിസ് റേസ് ചെയ്തില്ലെങ്കിൽ, നിങ്ങൾ ഇതിനെ റിയാക്റ്റ് ചെയ്തില്ലെങ്കിൽ, ഈ ഫെയർ ഇംഗ്ലണ്ട് കുഴിമാടമായി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇപ്പോൾ. താങ്ക് യു.